ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ രാവിലെ എണീച്ച് പല്ലെല്ലാം തേക്കുമ്പോഴേക്കും അമ്മമ്മ മുറ്റം ഫുൾ അടിക്കുന്നുണ്ടായിനി. ഞാൻ രാവിലെ എണീക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്, പക്ഷേ കുറച്ചധികം നേരം ഉറങ്ങിപ്പോയി. ഉള്ളിൽ വാഷ് ബേസ് ഉണ്ടായിട്ടും എന്താണെന്ന് പുറത്തുനിന്ന് പല്ലേക്കുന്നില്ലതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തുനിന്ന് പല്ലേക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. പുറത്തുനിന്നാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാഴ്ചയും കണ്ട് നടന്ന് പല്ലേക്കും. ഉള്ളിൽ നിന്നാകുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ അധികം ബ്രഷ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തത്തെ ഓരോ കാഴ്ചയും കണ്ടിട്ടാണ് പല്ലേക്കൽ. അമ്മയെല്ലാം രാവിലെ എണീച്ചിട്ടുണ്ടായിനി. രാവിലെ എണീച്ച് വീട്ടിലെ ചായയോ ആയി. അപ്പം വീട്ടിൽ നിന്ന് പുട്ടും കടലയാണ്. ഞാൻ പുറത്തുനിന്ന് ഈ പല്ലേക്കുന്ന സമയത്ത് കടലക്കറിയുടെ മണം ശരിക്കും അറിയുന്നുണ്ട് പുറത്തേക്ക്. ഇന്നലെ രാത്രിക്ക് ചെറുതായിട്ട് മഴ പെയ്തിന് തോന്നി. ഈ ചെടികളിലും ഇലകളിലെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മഴവെള്ളം പോലെ വീണിട്ടുണ്ട്. ഞാൻ എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിനി. ഞാൻ എണീച്ചാട് ഞാൻ വിചാരിച്ച് വേഗം കുളിച്ചിട്ട് ഞാൻ തന്നെ വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ കുളിച്ചെല്ലാം കഴിയുമ്പോഴേക്കും കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അമ്മമ്മേനോട് പറഞ്ഞു, അമ്മമ്മേനെ വിളക്ക് വെച്ചോ എന്ന് പറഞ്ഞു. നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ ചൂടിന് ഒരു കുറവുമില്ല, നല്ല ചൂടാണ്. അപ്പം ഇന്നലെ രാത്രിക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി നേരെ വാർപ്പിൻ്റെ മുകളിൽ കിടക്കാൻ വേണ്ടിയിട്ട് പായെല്ലാം എടുത്ത് മുകളിൽ വിരിച്ച് നമ്മളെല്ലാവരും കൂടി കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മിന്നൽ കുറച്ച് കഴിഞ്ഞ് പോകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കിടന്നു. എന്നിട്ടും പോകുന്നില്ല. പിന്നെ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ താഴെ വന്നിറങ്ങിയിട്ട് താഴെ തന്നെ കിടന്നു. അമ്മമ്മ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി കുളിച്ചു. ഞാനും കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് ഞാൻ കുറി ഇങ്ങനെയാണ് വെക്കൽ, ഞാൻ ശ്രദ്ധിക്കാണ്ടെന്ന് വെക്കൽ. പിന്നെ പുറത്ത് വന്നിട്ട് മിറർ നോക്കിയിട്ടാണ് കുറിയെല്ലാം ശരിയാക്കൽ. ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് കുറി വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കില്ല, ശ്രദ്ധിക്കാണ്ടെന്ന് വെക്കൽ. അപ്പം വിളക്കെല്ലാം കത്തിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ ഇന്ന് പഴുത്ത മാങ്ങ നോക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ടായിന്. ഇന്നലെ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിന്. ഇന്നലെ കുറേ മാങ്ങ പഴുത്ത് വീണിട്ടുണ്ടായിന്. ഒരുവിധം മാങ്ങയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഉള്ളോട്ടേക്കായിട്ട് കുറച്ചുണ്ട്. നമ്മളെ വീട്ടിൽ ഈ പഴുത്ത ഗോമാങ്ങ എല്ലാവർക്കും ചോറിന് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും പറങ്കിപ്പൊടിയെല്ലാം ഇട്ട് ചോറിന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചോറിന് ഈ ഗോമാങ്ങയും ഉണ്ടാവും. അപ്പം എല്ലാ ദിവസവും പറിച്ച് പെട്ടെന്ന് തീർന്നു പോയി. അച്ഛനും അമ്മമ്മക്കും ആയാലും ഈ ഗോമാങ്ങയെല്ലാം ഇഷ്ടം. അവർക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുന്ന മാങ്ങയൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ പുറത്തുനിന്ന് മേടിക്കുന്ന മാങ്ങയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ മാങ്ങ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാവ് ഇന്നലെ രാത്രിക്ക് രാവിലെ എണീച്ച് കുളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയതാണ്. ഇതുവരെ എണീച്ചിട്ടില്ല. ഇപ്പോൾക്ക് ലീവായതുകൊണ്ട് തന്നെ എണീക്കാൻ കുറേ വൈകലുണ്ട്. അപ്പം നാളെ എന്തായാലും നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അവിടെ അങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ എന്നിട്ട് എണീപ്പിക്കാൻ നോക്കി, കട്ടിലിനെ മെല്ലെ സൗണ്ടാക്കിയിട്ട് എണീപ്പിക്കാൻ നോക്കി. പക്ഷെ എന്നിട്ട് അവിടെ എന്നോട് സൗണ്ട് ആക്കല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീച്ചാട് അങ്ങനെ ഫോൺ നോക്കുകയില്ല. കുറച്ച് മുന്നേ എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ രാവിലെ എണീച്ചാട് ഫോൺ നോക്കും, ആരെല്ലാം മെസ്സേജ് അയച്ച് നോക്കും. പക്ഷെ രാവിലെ എണീച്ചാടും ഫോൺ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസേ മോശമായ പോലെയാണ്. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, രാവിലെ എണീച്ചാടും നമ്മൾ അങ്ങനെ ഫോൺ നോക്കാൻ പാടില്ല. കുറച്ച് പുറത്തേക്കെല്ലാം ഇറങ്ങി പ്രകൃതിയായിട്ടെല്ലാം കുറച്ച് നമ്മൾ അടുത്ത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് പല്ലെല്ലാം തേച്ച് കുറച്ച് കഴിഞ്ഞ് സാവധാനത്തിൽ നമ്മൾ ഫോൺ നോക്കാൻ പാടില്ല. രാവിലെ എണീച്ചാട് ഒരിക്കലും ഫോൺ നോക്കാൻ പാടില്ല എന്നുള്ളത് അതെനിക്ക് ശരിയായിട്ടും തോന്നിയിട്ടുണ്ട്. എനിക്ക് നേരെ മറിച്ച് രാവിലെ ഫോൺ നോക്കാണ്ട് രാവിലെ എണീച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങി ഓരോ കാഴ്ചയും കണ്ട് പല്ലെല്ലാം തേച്ച് സാവധാനത്തോടെ ഫോൺ നോക്കുന്നതാണ് എനിക്കും കുറച്ച് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീച്ചാട്ട് ഫോൺ നോക്കലേ ഇല്ല. ഈ പൂക്കളിലെല്ലാം വീണ മഴത്തുള്ളിക്ക് ഭയങ്കര തണുപ്പ്. ആ വെള്ളം ഇങ്ങനെ മേത്തേക്ക് കുടയുമ്പോൾ ഭയങ്കര ആശ്വാസം. കുളിച്ച് കഴിഞ്ഞിട്ടും ചൂടിന് ഒരു കുറവുമില്ല. ഞാൻ ആക്കുന്നാട്ടിട്ട് എനിക്ക് അമ്മമ്മ ആക്കുന്നുണ്ട്. നല്ല തണുപ്പ് വെള്ളത്. ഈ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മഴക്കാലമായാൽ മതി എന്ന് തോന്നിപ്പോന്ന്. ഞാൻ ഇട്ടിട്ടില്ല ഈ ഒരു ടീഷർട്ട് സുഹൃതേട്ടൻ്റെ ടീഷർട്ടാണ്. നമ്മൾ മുന്നേ ബാംഗ്ലൂർ പോയ സമയത്ത് മേടിച്ചതാണ്. ആ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും. സുഹൃതേട്ടൻ ഇപ്പോൾ നല്ല ടൈറ്റായി. അതുകൊണ്ട് തന്നെ ആ ടീഷർട്ട് ഞാനെടുത്തു. ഈ ടീഷർട്ട് മേടിച്ചപ്പോഴേ എനിക്കിതിലൊരു കണ്ണുണ്ടായിരുന്നു. നല്ല കളറ്, നല്ല സ്കിന്നെ ബ്രൈറ്റ് ചെയ്യുന്നൊരു കളറ്. അപ്പം ഈ മാങ്ങ പറിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് കണ്ടത്തിൽ കുറേ മഞ്ഞളുടെ പൂവ് പിടിച്ചത് കണ്ടത്. ഇത് നമ്മൾ മുഖത്ത് തേക്കുന്നതന്നെ മഞ്ഞളാണ് കേട്ടോ. ഈ ഒരു പൂവിനും നല്ലൊരു മണമാണ്. ഈ ഒരു പൂവ് കാണാനും നല്ല ഭംഗിയാണ്, നല്ല വയലറ്റ് കളറ്. കുറേ പിടിച്ചിട്ടുണ്ട്. ആ വാഴയുടെ ബാക്ക് സൈഡിലെല്ലാം കുറേ പിടിച്ചിട്ടുണ്ട്. മുന്നേ ഇതിനേക്കാളും പിടിക്കുന്നുണ്ട്. ഈ കണ്ടത്തിൽ ഫുള്ള് മഞ്ഞളുടെ ചെടിയാണ് ഉണ്ടാവല്. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം വീട് വരുന്നതുകൊണ്ട് തന്നെ അത് ഫുള്ള് വൃത്തിയാക്കി. ഇപ്പോൾ കണ്ടത്തിൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് മാത്രമേ ഉള്ളൂ. പണ്ടെല്ലാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഈ മഞ്ഞൾ അരച്ചിട്ട് മുഖത്ത് തേക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് അത്ര എഫക്റ്റായിട്ട് തോന്നിയിട്ട് എന്താ വെച്ചാൽ ഈ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് പോകാൻ പാടില്ല. ഞാനാണെങ്കിൽ ഈ മഞ്ഞളും തേച്ച് പിറ്റേ ദിവസം തന്നെ വെയിലത്ത് സ്കൂളിലേക്ക് പോകും. ഞാൻ സൈക്കിളിൽ തന്നെയാണ് സ്കൂളിൽ പോലെ. നല്ല വെയിലത്ത് സൈക്കിളും എടുത്ത് സ്കൂളിലേക്ക് പോകും. അപ്പം ഇരട്ടിക്ക് കറുപ്പ് വരും. ഇപ്പം തേച്ചാൽ പിന്നെയും എഫക്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ വെയിലത്തൊന്നും പോലില്ല.
തേക്കണം എന്നുള്ള ഇടയ്ക്ക് വിചാരിക്കും, പിന്നെ അതങ്ങനെ മറന്നു പോകും. അങ്ങനെ കണ്ടെത്തുന്ന മഞ്ഞളിൻ്റെ പൂവെല്ലാം പറിച്ച്, ഇത് വെറുതെ പറിച്ചാന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അമ്മമ്മക്ക് ഭയങ്കര ആഗ്രഹം ഇതെല്ലാം നിങ്ങളെ കാണിക്കണമെന്ന്. അങ്ങനെ ആ മഞ്ഞളിൻ്റെ പൂവും പറിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് ഇട്ടു. ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ അങ്ങനെ വിശക്കയില്ല. പക്ഷെ ഇന്ന് എന്തേന്ന് അറിയില്ല, ഇന്ന് ഭയങ്കര വിശപ്പ്. ഇന്നലെ രാത്രിക്ക് ചോറ് കഴിച്ചതും നന്ന കുറവാണുണ്ടായത്. രാവിലെ എണീച്ചാടും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അന്ന് മഴ വന്ന സമയത്ത് ഈ ഒരു കോളാമ്പി ഫുള്ള് ചെരിഞ്ഞ് വീണിട്ടുണ്ടായിനി. ഞാൻ വിചാരിച്ച ആ ചെടി അങ്ങനെ പോയിന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ അതിൽ പൂവ് നല്ല ഉഷാറിൽ പിടിക്കുന്നുണ്ട്. ചെടിയെല്ലാം ഇപ്പം നട്ടിട്ടുള്ളത് അമ്മമ്മയാണ് കേട്ടോ. മുന്നേ അമ്മ ചെടി നോക്കുന്ന സമയത്ത് അമ്മ നല്ല വൃത്തിക്ക് കുറേ നട്ടിട്ടുണ്ടായിനി, കുറേ പൂവുണ്ടായിനി. അതും നല്ല നീറ്റിൽ ഓരോ സൈഡും ഓരോരോ പൂവായിട്ട് നല്ല നല്ല നീറ്റിലാണ് നട്ടിട്ടുണ്ടായത്. പിന്നെ അമ്മ ചെടി നടുന്ന സമയത്ത് അച്ഛൻ അതിനിടയിൽ പോയിട്ട് വാഴയോ കവുങ്ങോ എന്തെങ്കിലും ആയിട്ട് വെക്കും. അച്ഛൻ ഈ ചെടീനോടൊന്നും അത്ര വലിയൊരു താല്പര്യമില്ല. അച്ഛൻ ഈ കൃഷിയെല്ലാം നടുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമ്മ ഈ ചെടി നടുന്നതിനിടയിൽ അച്ഛൻ വാഴയെല്ലാം കൊണ്ട് നട്ടോണ്ട് തന്നെ അമ്മ പിന്നെ ചെടി നോക്കലേ ഇല്ല. പിന്നെ അധികം അമ്മമ്മേനെ നോക്കല്. പണ്ടേ ഉണ്ടായ ചെടിയെല്ലാം ഇപ്പം ഒരുവിധം എല്ലാം പോയി. ഇത് ചെക്കിപ്പൂ വന്നിട്ടാ കുറേ പിടിക്കും ഇതിൽ. അപ്പം നമ്മളെ തറവാട്ടിൽ തെയ്യാവാനായി. അപ്പം അമ്മ പറയുന്നുണ്ട് തെയ്യത്തിൻ്റെ സമയത്തെല്ലാം പറിച്ചിട്ട് തറവാട്ടിലേക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മുന്നേ എൻ്റെ വീട്ടിൽ കുറേ ചെടിയും ഉണ്ടായിനി, അതുപോലെ കുറേ മുയലിനെ വളർത്തലുണ്ടായിനി. പിന്നെ അതെല്ലാം കൊടുത്തു. ആ മുയലിനെ വളർത്തുന്ന സമയത്തെല്ലാം ഞാൻ നന്ന ചെറുതാണ് കേട്ടോ. ആ പഴയ വീടുള്ള സമയത്ത് കുറേ ചെടിയും ഉണ്ടായിന്. ഇതൊന്നല്ല, ഇതിനേക്കാളും ഇഷ്ടം പോലെ നല്ല നീറ്റിൽ ഓരോ സൈഡും ഓരോ ചെടിയായിട്ട് കുറേ നട്ടിട്ടുണ്ടായതാണ്. പിന്നെ അതെല്ലാം പോയി. ഇതിപ്പം തന്നെ കണ്ടാ ഇത്രയും ചെടിയുടെ ഇടയിൽ അതൊരു കപ്പക്കര 2 തൈ. അതുപോലെ തന്നെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു തെങ്ങുണ്ട്, അതുപോലെ വാഴയുണ്ട്, കവുങ്ങുണ്ട്. അച്ഛൻ്റെ പണി ഈ ചെടി നടുന്നതിനിടയിലെല്ലാം അച്ഛൻ എന്തെങ്കിലുമായിട്ട് തെങ്ങും വാഴയെല്ലാം വെക്കും. പക്ഷെ നോക്കും ചെടി അത്യാവശ്യം നമ്മൾ നട്ട് കഴിഞ്ഞാൽ അച്ഛൻ വെള്ളയിക്കാനെല്ലാം കൂടുതലും ചെയ്യും. ഇപ്പം ഇതിപ്പോൾ ഈ കോളാമ്പി ആണെങ്കിൽ നിവർന്ന് നിൽക്കുന്നേ ഇല്ല. അത് കുറേ അച്ഛൻ നിവർത്തി വെക്കാൻ നോക്കി, പക്ഷേ ശരിയാവുന്നില്ല. ഒടുവിൽ ആ മരക്കഷ്ണെല്ലാം അവിടെ എടുത്ത് വെച്ച് അതവിടെ അങ്ങനെ കുത്തി വെച്ചുകൊണ്ട് ഇപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ആ കോളാമ്പി ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് ഇപ്പോൾ എന്തോ ഒരു വൃത്തിയേടും. ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഈ സംസാരിച്ച് വന്നപ്പോഴേക്കും അതങ്ങ് വിട്ടുപോയി. ഞാൻ നിങ്ങളെല്ലാവരും കമൻസും നല്ല നല്ല കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെ ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഷോർട്സ് ഇടുമ്പോൾ ആയാലും ചേച്ചി ഡൈൻ മൈ ലൈഫ് വീഡിയോസ് ഇട്ട് വീട്ടിലുള്ള വ്ളോഗ് കാണാൻ ഇഷ്ടം എന്നുള്ള കമൻസ് എല്ലാം ഞാൻ കുറേ കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും കമൻസ് എല്ലാം നല്ല പോസിറ്റീവ് കമൻസാണ്, നെഗറ്റീവ് കമൻസ് അങ്ങനെ വരുന്നേ ഇല്ല. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അധികം ആൾക്കാരെയും ഷോർട്സിനാണ് വ്യൂസ് കൂടുതലുണ്ടാവില്ല, വ്ളോഗ്സിന് നന്ന കുറവായിരിക്കും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ വ്ളോഗിന് നല്ല വ്യൂസ് ഉണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഷോർട്സിനേക്കാളും കൂടുതൽ വ്യൂസ് വ്ളോഗിനാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു വലിയ താങ്ക്സ് ഞാൻ പറയേണ്ടത് നിങ്ങളോടും. നിങ്ങൾ ഈ ഒരു സ്നേഹവും സപ്പോർട്ടെല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം വെക്കുന്ന ഒരു പൗച്ചാണിത്. സെറെല്ലാം കഴിഞ്ഞു, സെറം കഴിഞ്ഞു, ബോഡി ലോഷൻ കഴിഞ്ഞു. ഇനി എല്ലാം പയ്യന്നൂർ പോയിട്ട് മേടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എണീച്ച് അധികം സ്കിൻ കെയറെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് ചെറുതായിട്ടൊരു അലർജി പോലെ വന്നിനി. ചെറുതായിട്ട് എൻ്റെ ആ ഒരു ലിപ്പിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കായിട്ട് ചെറിയൊരു അലർജി പോലെ വന്നിനി. അപ്പോൾ ഞാനതിൻ്റെ ഓയിൽമെൻറ്റ് തേക്കലുണ്ട് രാത്രിക്കും രാവിലെയും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ട, ആ ഒരു ഓയിൽമെൻറ്റ് ഫുൾ ഫേസിൽ ആ കുറച്ച് അടം മാത്രം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഈ ഒരു ഓയിൽമെൻറ്റാണ് ഞാൻ തേക്കൽ. പെട്ടെന്ന് മാറിയിട്ട് എനിക്കിത് എടുത്ത് കാണിക്കുന്നുണ്ടായിനി. ഞാനിതിപ്പം യൂസാക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടു. ഇന്നത്തേക്ക് തന്നെ നല്ലോണം അത് ഫേഡായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽമെൻറ്റ് വരുന്നത് കെറ്റോസ്കോർ 6 എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റാണ്. സ്കിൻ അലർജി വന്നാലും അതുപോലെ തന്നെ ഈ ഒരു പിമ്പിൾസ് വന്നിട്ടില്ല ഒരു കല പോകാനെല്ലാം നല്ലതാണ് ഈ ഒരു ഓയിൽമെൻറ്റ്. ഞാൻ 2-3 പേരെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിനി. ഞാൻ ലാസ്റ്റ് പീരീഡ്സ് ആയ സമയത്ത് എൻ്റെ ഫേസിൽ ചെറുതായിട്ടൊരു പിമ്പിൾ വന്നിട്ടുണ്ടായിനി. അതിൻ്റെ കല ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു കലയുടെ മുകളിൽ ചെറുതായിട്ട് ഇന്നലെ ആക്കിയപ്പോൾ ഇന്നത്തേക്ക് കുറച്ച് ഇങ്ങനെ ഫെയ്ഡായി പോയ പോലെ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇല്ലെങ്കിൽ അധികം രാവിലെ ഈ ഒരു നയാസിനമൈഡിൻ്റെ സെറം യൂസാക്കലുണ്ട്. അധികം എന്ന് പറഞ്ഞാൽ നൈറ്റ് എപ്പം യൂസാക്കും. ചില ദിവസം രാവിലെ, ചില ദിവസം സ്കിപ്പായി പോലുണ്ട്. യൂസാക്കി എടുത്തോളം നല്ല അടിപൊളിയാണ്. സ്കിന്ന് നല്ലോണം ക്ലിയർ ആവുന്നുണ്ട്. എൻ്റെ സ്കിന്ന് ഇത്ര നാൾ ക്ലിയർ അല്ല ഉണ്ടായത്, കുത്തും കോമയും എല്ലാം ഉണ്ടായിനി. ഇപ്പം നല്ല പോലെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഓയിൽമെൻറ്റിലും തേച്ച് പിടിച്ച് നേരെ പോയി ചായ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ പോയി നല്ല ചൂട് ചായ എടുത്തു. അപ്പോഴേക്കും കുഞ്ഞാവ് ഉറങ്ങി എണീച്ചിട്ടുണ്ടായിനി. കുഞ്ഞാവ് നേരെ ഉറങ്ങി എണീച്ച് വേഗം പോയി കുളിച്ചു. ഓൾക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, പയ്യന്നൂരേക്ക് പോകാനുണ്ട്. ഓളെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിനി. അപ്പം ഓളിന്ന് എല്ലാവരും കൂടി വെറുതെ ജസ്റ്റ് പയ്യന്നൂരേക്ക് കറങ്ങാൻ വേണ്ടി പോയെന്ന്. നാട്ടിൽ ഓൾക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്, ഓളെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ 2 പഠിക്കുന്നത് പുറത്താണ്. അപ്പോൾ 2 കൂടി വന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി നേരെ പയ്യന്നൂരേക്ക് വെറുതെ പോയെന്ന്. ഇപ്പോഴേ അല്ല, ഒരു ഉച്ചയെല്ലാകുമ്പം. കുഞ്ഞാവ് എണീച്ച് നേരെ കുളിച്ചു. നമ്മ അധികം ഈ ചന്ദനം തയ്ച്ചിട്ടാണ് യൂസാക്കൽ. കുഞ്ഞാവ് ഇട്ട ഒരു ഡ്രസ്സ് സുഹൃത്തായിട്ട് മേടിച്ചു കൊടുത്തതാണ്.
നമ്മൾ ആ ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സുഹൃത്തായിട്ട് എനിക്ക് എന്ത് മേണിക്കുമ്പോൾ അതുപോലെ കുഞ്ഞാവക്കും മാല ആയാലും ബ്രേസ്ലെറ്റ് ആയാലും വീട്ടിലേക്ക് എന്തെങ്കിലും മേടിച്ചിരുന്ന സമയത്ത് എനിക്ക് മേണിക്കുന്ന പോലെ തന്നെ കുഞ്ഞാവക്കും മേണിക്കും. കഴിഞ്ഞ വിഷുവിന് എനിക്ക് അമ്മ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിനി, സുഹൃത്താട്ടൻ്റെ അമ്മ. അപ്പം ഞാൻ അന്നേരം എൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. അപ്പം ഡ്രസ്സും കൊണ്ട് സുഹൃത്താട്ടൻ്റെ ഏട്ടനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കും കുഞ്ഞാക്കും ഒരുപോലത്തെ ഡ്രസ്സ്, എനിക്കൊരു പിങ്ക് കളറും കുഞ്ഞാക്കൊരു യെല്ലോ കളറും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് മേണിക്കുന്ന പോലെ തന്നെ എൻ്റെ അനിയത്തിക്കും അധികം മേണിക്കലുണ്ട്. ഇപ്പം പുറത്ത് പോയിട്ട് എന്തെങ്കിലും മേണിക്കുന്ന സമയത്തും സുഹൃത്താട്ടൻ പറയും രണ്ടാൾക്കും മേണിക്കണം, കുഞ്ഞാക്കും മേണിക്കണം. അത് അറിഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ അനിയത്തിനെ ഇവർ സ്നേഹിക്കുമ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. രണ്ടാൾക്കും ഒരുപോലെ മേണിച്ചിട്ട് ഇപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് മേണിക്കാനാണെങ്കിലും എനിക്ക് മേണിക്കുന്ന പോലെ തന്നെ അതേപോലെ കുഞ്ഞാക്കും മേണിക്കും. അങ്ങനെ ഞാൻ നേരെ ചായ അടിക്കാൻ വേണ്ടി പോയി. അതിനിടയിൽ ഈ ഒരാളെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇവൻ നമ്മളുടെ അടുത്ത് അടുക്കൂല, ആകെ അമ്മയുടെ അടുത്ത് അമ്മമ്മയുടെ അടുത്ത് മാത്രമേ അടുക്കൂ. അവരെ കൈമെന്ന് തന്നെ ഭക്ഷണവും കൊത്തിയിട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ ചായയെല്ലാം കുടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ വിറക് കുത്തി വെക്കുന്നുണ്ടായിന്. മഴക്കാലം വരാനായതുകൊണ്ട് ഇനി വിറകെല്ലാം കുത്തി അടുക്കി പറക്കി എവിടെയെങ്കിലും ഒന്ന് നല്ല വൃത്തിയിൽ സേഫായി വെക്കണം. ഇപ്പോഴേ എല്ലാം അടുക്കി പറക്കി വെച്ചാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും വിറക് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ വിറക് ഉണ്ടാവില്ല. ഗ്യാസ് ഉണ്ട് വീട്ടിൽ, എന്നാലും പുറത്തുനിന്ന് ഈ വിറകടുപ്പിൽ വെക്കും. എന്താ വെച്ചാൽ വീട്ടിലെല്ലാവർക്കും ദോശയിൽ ഈ വിറകടുപ്പിൽ വെക്കുന്നതാണ് ഇഷ്ടം, ഗ്യാസിലാക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഈ ചോറ് വെക്കലും വിറകടുപ്പിലാണ്. പിന്നെ അതുപോലെ അച്ഛനും അമ്മമ്മയും ചൂടുവെള്ളത്തിലാണ് കുളിക്കൽ. അപ്പം അവർക്ക് ചൂടുവെള്ളം വെക്കാനും അന്നേരം വിറക് ആവശ്യമുണ്ട്. അപ്പം അച്ഛനെല്ലാം അടുക്കി പറക്കി കൊത്തി വെക്കുകയെന്ന്. ഇനിയിപ്പം എല്ലാം അടുക്കി പറക്കിയിട്ട് നേരെ എവിടെയെങ്കിലും ഷീറ്റിട്ട് മൂടി വെക്കണം. അച്ഛനും അമ്മമ്മയും മാത്രമല്ല കേട്ടോ, ചില സമയത്ത് ഈ മഴക്കാലമായാലും ഞാനും കുഞ്ഞാവിലും കുളിക്കലും ചൂടുവെള്ളത്തിലാണ്. അമ്മ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കൂല, അമ്മക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ചില സമയത്ത് ഞാനും കുഞ്ഞാവും അച്ഛനെല്ലാം ചൂടുവെള്ളത്തിൽ കുളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഭയങ്കര ആശ്വാസമാണ്. പക്ഷേ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കാനും പാടില്ല, സ്കിന്ന് പെട്ടെന്ന് ചുളിവ് വരും. എനിക്കാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ചൂടുമായിരിക്കണം, ലൈറ്റ് ചൂടൊന്നും പോരാ, എനിക്ക് നല്ല ചൂട് തന്നെ വേണം. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം അങ്ങനെ അമ്മ ചൂടുവെള്ളം തരലില്ല. ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കലാന്ന് പറയും. നല്ല സ്കിന്ന് പെട്ടെന്ന് ചുളിവ് വരും. കുഞ്ഞാ അതിനിടയിൽ ആ ഡ്രസ്സ് മാറ്റി, ഒക്കെ അത് ചെറുതായിട്ട് ടൈറ്റായിന്. ഇനിയിപ്പോൾ സ്റ്റിച്ച് അയച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ. അത് വേണിച്ചിട്ട് കുറേ ആയി. ഓള് പിന്നെ പയ്യന്നൂരേക്ക് പോകുന്നതുകൊണ്ട് നല്ല ഡ്രസ്സ് തന്നെ ഇട്ടു, അലക്കാൻ വേണ്ടി പൊതിർത്തിയെന്ന്. അപ്പം വീട്ടിൽ ഇന്നലെ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിന്. വീടിനപ്പുറം കുറേ മാങ്ങ മേടിച്ചിട്ടുണ്ട്. ഈ മാങ്ങ ഏതാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്, ഒരു ലൈറ്റ് മധുരവും ഉണ്ട്. അപ്പം ഇന്നലെ അവരത് പറിച്ച സമയത്ത് അച്ഛൻ നമ്മളെ വീട്ടിലേക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. നമ്മളെ വീട്ടിലും തന്നു, അപ്പുറത്തെ വീട്ടിലും തന്നു. കുറേ ഉണ്ട്, ഇനിയും ഉണ്ട് അത്ര ആ മരത്തിൽ കുറേ മാങ്ങയുണ്ട്. അപ്പം മാങ്ങയെല്ലാം കൂടി ഉപ്പിലിടാന്ന് വിചാരിച്ചു. എനിക്ക് അച്ചാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധികം ഇഷ്ടം ഉപ്പിലിടുന്നതാണ്. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാം മുറിച്ചിട്ട് നമുക്ക് ഉപ്പിലിടാന്ന് പറഞ്ഞു. ഈ ഒരു മാങ്ങയുടെ മരം കാണാൻ നന്ന ചെറുതാണ്, പക്ഷേ മാങ്ങ കുറേ പിടിക്കും. ഇല കാണുകയില്ല, ഫുൾ മാങ്ങ തന്നെ ആയിരിക്കും. അപ്പം കഴിഞ്ഞ വർഷവും അവർ കൊണ്ടു തന്നിട്ടുണ്ടായിനി. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഉപ്പിലിട്ട വെച്ചാൽ ഉപ്പിലിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ മാങ്ങ. അപ്പം നമ്മൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ടായിന്, കുറേ ഉണ്ടായിന് മാങ്ങ. എനിക്ക് ഈ ചോറിന് എന്തെങ്കിലും ആയിട്ടൊരു പുളി വേണം, ഒന്നിക്കൽ അച്ചാറോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ തൈരോ, എനിക്ക് എന്തെങ്കിലും ആയിട്ട് വേണം, അല്ലാണ്ട് ശരിയാവുകയില്ല. ഇപ്പം ഈ മാങ്ങ കിട്ടിയോണ്ട് സന്തോഷമായി. ഇനി ഇതിപ്പം കുറേ നിൽക്കും. ചേച്ചി ഡെയിലി ഡൈൻ മൈ ലൈഫ് ഇടുമെന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിന്. എനിക്കും ആഗ്രഹമുണ്ട്, ഡെയിലി പറ്റൂലെങ്കിലും ഒന്നരാടെങ്കിലും ഡൈൻ മൈ ലൈഫ് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. മെയിനായിട്ട് എഡിറ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടാണ്, രണ്ടാമത് വോയിസ് ഇടുന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു ചെറിയ മടി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ ഞായറാഴ്ചയും ഒരു വൈകുന്നേരം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഷോർട്സ് വീഡിയോസിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഞായറാഴ്ച മാത്രം വ്ളോഗ് ഇട്ടിട്ട് ബാക്കിയുള്ള ദിവസം പരമാവധി ഷോർട്സ് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കലാണ്. എനിക്ക് വ്ളോഗിനേക്കാളും കൂടുതൽ ഷോർട്സിലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. എനിക്ക് എന്നല്ല, ഒട്ടുമിക്ക എല്ലാവർക്കും വ്ളോഗ് ഇടുന്നതിനേക്കാളും കൂടുതൽ ഷോർട്സ് ഇട്ടാലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. വ്ളോഗിന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഷോർട്സ് ഇട്ടത്ര കൂടെയില്ല, എന്നാലും ഉണ്ടാവലുണ്ടേ. പക്ഷെ എന്നാലും എനിക്ക് ഷോർട്സ് ഇട്ടാലാണ് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. വ്ളോഗിനെന്ന് പറഞ്ഞാൽ നല്ല വ്യൂസും അതുപോലെ കുറേ കമൻസും ഉണ്ടാവലുണ്ട്. മാങ്ങ ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുറിക്കുകയാണെങ്കിൽ എന്തായാലും ഇതിപ്പോഴേ തീരൂല. അതുകൊണ്ട് ഞാൻ അമ്മമ്മയോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് മുറിക്കാനിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മയും വന്നു. അമ്മമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. പിന്നെ ഞാൻ വിചാരിച്ചു മാങ്ങ നീളത്തിൽ മുറിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചെറുതായിട്ട് മുറിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നീളത്തിൽ മുറിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഈ മാങ്ങ മുഴുവനായിട്ട് ഉപ്പിലിടുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് മുറിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ചെറുതായിട്ട് മുറിക്കുന്നത് അധികം അച്ചാറിലല്ലേ, എനിക്ക് അച്ചാറിൽ അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ ഉപ്പിലിടുന്നത് ഒന്നിക്കൽ നീളത്തിലോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇടുന്നതാണ് ഇഷ്ടം. ഇന്നലെ ശ്രീനന്ദന എന്ന് പറഞ്ഞൊരു കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിട്ട്, അപ്പം ആ ന്യൂസ് കണ്ടതിന് ശേഷം ആകെ എന്തോ ഒരു മൂഡ് ഓഫ്. മരണ കാരണം എന്താണെന്നൊന്നും അറിയില്ല, എന്താണെന്നും ആ കുഞ്ഞൊക്കെ പറ്റിപ്പോയിട്ടുണ്ടാവില്ലേ. ഇന്നലെ എൻ്റെ മനസ്സിൽ ഇടിയ അതന്നെ. അപ്പം അതിനിടയിലാണ് കുഞ്ഞാവൾക്ക് പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ ബോഡിയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായത്. അപ്പം അവൾക്ക് ആ ഫോട്ടോ കണ്ടപ്പോഴേ അവൾക്ക് എന്തോ പോലെ ആയി.
അപ്പോൾ ആ ഫോട്ടോ എനിക്കും കാണിച്ചു. എനിക്കത് കണ്ടു എന്നായിപ്പോയി. കണ്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പോലെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പം വേറെ ആരെങ്കിലും ആയിട്ട് ചെയ്തതായിരിക്കും. എനിക്ക് ആ ന്യൂസ് കണ്ടതിന് ശേഷം ആകെ എന്തോ ഒരു പോലെ. ആ വീഡിയോസിലെല്ലാം കമൻസും ഫുള്ള് ആൾക്കാരും തന്നെ പറയുന്നത് ഒരു ദുരൂഹത ഉണ്ട്, വേറെ ആരെങ്കിലും ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ടതായിരിക്കും എന്നല്ലേ കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിനി. ഇതിന് പിന്നിലുള്ളവർ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിലും ആ കുഞ്ഞിക്ക് നീതി കിട്ടണം. ആ ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് അമ്മമ്മ തുടങ്ങിയതാണ്, ഇനി ആടെയും പോണ്ട, പുറത്താടെയും പോണ്ട. അപ്പം ഞാനധികം സുഹൃത്തേട്ടൻ്റെ ഒപ്പം പോലെ. അപ്പം അമ്മമ്മക്ക് ഭയങ്കര പേടി. അതിപ്പോൾ എൻ്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, സുഹൃത്തേട്ടൻ്റെ വീട്ടിലായാലും നമ്മൾ രണ്ടാളും പുറത്താടെങ്കിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിൽ നിന്നും ഒരു 100 പ്രാവശ്യം വിളിക്കും, സുഹൃത്തേട്ടൻ്റെ വീട്ടിൽ നിന്നും ഒരു 100 പ്രാവശ്യം വിളിക്കും. അവിടെ അച്ഛനൊന്നും സമാധാനേ ഉണ്ടാവില്ല. അച്ഛൻ നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച് തൊട്ട് രാത്രി വരെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കും, മോനെ ആടയില്ലേ, മോനെ എപ്പം വരലേ, വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മാങ്ങയും മുറിച്ച് അമ്മമ്മേനെ മാങ്ങയെല്ലാം എടുത്ത് ഉപ്പിലിടും. അപ്പം എനിക്കാണെങ്കിൽ ചാമ്പക്ക കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. വീട്ടിലിപ്പം കുറേ ചാമ്പക്ക പിടിക്കുന്നുണ്ട്. കുറേ പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറേ ആൾ പറിച്ച് അതങ്ങനെ തീർന്നു. നല്ല റെഡ് കളറാവും. ഈ റെഡ് കളറിന് നല്ല മധുരമാണ്. ഇത് പണ്ട് അമ്മ 1 വർഷം കൊണ്ട് ചാമ്പക്ക പിടിക്കുന്നവർക്ക് മേടിച്ച മരമാണ്. പക്ഷെ അത് 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും അത് പിടിച്ചിട്ടുണ്ടായിട്ട. കുറേ വർഷം എടുത്തിന്. ഞാൻ വലുതായതിന് ശേഷമാണ് ഇതിൽ ചാമ്പക്ക പിടിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുപോലെ തന്നെ വീട്ടിൽ അരിനെല്ലിക്കര മരമുണ്ട്. അരിനെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഈ ഉപ്പിലിടുന്ന ഒരു നെല്ലിക്ക, നല്ല ടേസ്റ്റാണ്. ഒരു കുഞ്ഞു നെല്ലിക്ക, നല്ല ടേസ്റ്റാണ്. അത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ വീട്ടിലത് നമ്മൾ നട്ടതെന്നല്ല, തന്നാനെ പിടിച്ചത്. എനിക്കൊന്ന് എന്തെങ്കിലും പക്ഷികളാറ്റം അതിൻ്റെ ആ നെല്ലിക്കര കുരു കൊണ്ടിട്ടതായിരിക്കും. അപ്പം ഇപ്പം അതിൻ്റെ മരം അത്യാവശ്യം വലുതായി, പക്ഷെ പിടിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ആ ഒരു നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെപ്പാന്ന് ഇതിൽ പിടിക്കലെന്ന് ഞാൻ കുറേ ആയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ പിടിക്കുന്നേ ഇല്ല. മരം നല്ല ഉഷാറിൽ തന്നെ വളരുന്നുണ്ട്, പക്ഷെ നെല്ലിക്ക അതിൽ പിടിക്കുന്നില്ല. അങ്ങനെ ചാമ്പക്കയെല്ലാം പറിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഉപ്പിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചാമ്പക്ക നോർമൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഉപ്പിട്ട് കഴിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഈ ചാമ്പക്ക ആകെ ഞാനും അമ്മയും മാത്രമേ കഴിക്കൂ, വേറെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. കുഞ്ഞാവെല്ലാം അത്യാവശ്യം കഴിക്കും. ഓൾക്ക് ഇഷ്ടം കുറച്ചുകൂടി റെഡ് കളറായാലാണ്. റെഡ് കളറാകുമ്പം നല്ലൊരു മധുരം വരും. ഓൾക്ക് ആ ഒരു സമയത്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. എന്നാലും ഒരു 4-5 റെഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ കുറച്ച് അമ്മക്കും കുഞ്ഞാവക്കെല്ലാം കൊടുത്തിട്ട് ബാക്കി വന്നത് ഞാൻ ഉപ്പ് ഇട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ചിലതിന് നല്ല മധുരമുണ്ട്, ചിലത് നല്ല പുളിയാണ് കേട്ടോ. മൂക്കാത്തത് നല്ല പുളിയായിരിക്കും, നല്ല മൂത്തതിന് നല്ല മധുരമുണ്ട്. പണ്ട് മുതലേ എനിക്ക് ഈ ചാമ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ വളരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അത്ര കാര്യമാക്കയില്ല. ഇടയ്ക്ക് കഴിക്കുന്നല്ലാണ്ട് അങ്ങനെ അത്ര കാര്യമാക്കയില്ല. വരുന്നവർക്കെല്ലാം കൊടുക്കലാണ്. ഇപ്പം എനിക്ക് ചാമ്പക്ക ഇങ്ങനെ പിടിച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ റെഡ് കളറിൽ ഇങ്ങനെ പിടിച്ചത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാമ്പക്കെല്ലാം കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ അലക്കൻ്റെ ഡ്രസ്സെല്ലാം പുതിർത്തി വെച്ചിട്ടുണ്ടായിനി. അപ്പം ഞാൻ അതെല്ലാം അലക്കാൻ വേണ്ടി പോയി. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കും, കുഞ്ഞാവരുടെ ഡ്രസ്സെല്ലാം കുഞ്ഞാവൻ അലക്കും. അങ്ങനെയാണ്. കുഞ്ഞാവ് രാവിലെ അലക്കും, എനിക്ക് പിന്നെ അലക്കാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഡ്രസ്സ് പുതിർത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അലക്കുകയുള്ളൂ. ഇന്ന് ഡ്രസ്സ് അലക്കാൻ അത്ര ഇല്ല. ഇന്നലെ രാത്രി കിട്ടിയത് മാത്രമേ ഉള്ളൂ. രാത്രി കിട്ടതും പിന്നെ ഇപ്പോഴായിട്ട് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് എല്ലാം എടുക്കുന്നതുകൊണ്ട് ആ ഒരു സമയം ഞാൻ നല്ല ഡ്രസ്സ് തന്നെ ഇടും. അപ്പോൾ ആ ഡ്രസ്സും ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വേർത്തോണ്ട് തന്നെ ആ ഡ്രസ്സും അലക്കാനിടും. അപ്പം രാത്രി കിട്ടതും ആ ഒരു ഡ്രസ്സും മാത്രമേ ഇന്ന് അലക്കാനുള്ളൂ. അത്ര വൃത്തിക്ക് തച്ചലക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം രാത്രി കിട്ടിയല്ല, കുറച്ച് ആ ഒരു വേർപ്പ് കളയേ വേണ്ടു. അങ്ങനെ തച്ചലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ രാവിലെ അലക്കാത്ത എന്താ വെച്ചാൽ, അലക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ രാവിലെ അലക്കണം. പിന്നെ നല്ല വെയിൽ വരും. എനിക്കാണെങ്കിൽ വെയിലത്ത് ആറിടാൻ പോകാൻ ഭയങ്കര മടിയാണ്. വീടിൻ്റെ കുറച്ച് മുന്നോട്ടേക്കാണ് ഞാൻ ഡ്രസ്സെല്ലാം ആറിടൽ. അപ്പം ആടെ നല്ല വെയിലാണ്. എനിക്കാണെങ്കിൽ വെയിൽ കൊള്ളാൻ ഭയങ്കര മടിയാണ്. വന്ന് വിഷു ഇങ്ങെത്തിയല്ലേ, അപ്പം വിഷുവിന് എല്ലാവരും ഡ്രസ്സെല്ലാം എടുത്തോ. ഞാൻ 4 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. കുഞ്ഞാവ് പറഞ്ഞു നമുക്ക് 4 ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പിന്നെ വിഷുവിന് അങ്ങനെ നാട്ടിൽ വലിയ പരിപാടിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം വിഷുവിന് പരിപാടി ഉണ്ടായിന്. നമ്മളെ നാട്ടിലെ പിള്ളേരുടെ ഡാൻസെല്ലാം ഉണ്ടായിന്. ഇപ്രാവശ്യം ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ വിഷുവിന് ഡ്രസ്സ് എടുക്കണോ വേണ്ടിയോ എന്നില്ല കൺഫ്യൂഷനിലാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കൽ ട്രെൻഡ്സിൽ നിന്നോ അല്ലെങ്കിൽ സുഡിയോയിൽ നിന്നാണ്. ഇപ്പം എനിക്ക് ട്രെൻഡ്സിൽ അത്ര കളക്ഷൻസ് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെയും സുഡിയോയിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ സുഡിയോത്തെ ഡ്രസ്സാണെങ്കിൽ ഞാൻ ഈ അടുത്തായിട്ട് എടുത്ത ജീൻസ് പാൻ്റായാലും, അതുപോലെ ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന്. അപ്പം ആ ഒരു ഡ്രസ്സായാലും പെട്ടെന്ന് കീറിപ്പോയിന്. ജീൻസെല്ലാം ഞാൻ 2 പ്രാവശ്യം ഇട്ടപ്പോഴേക്കും കീറി. അപ്പം അവിടെ ക്വാളിറ്റി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് സുഡിയോയിൽ പോകാൻ ഭയങ്കര മടി. പക്ഷേ സുഡിയോത്തെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടാവുമല്ലോ. എനിക്ക് അടുത്ത ഡ്രസ്സെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒന്നിനും ക്വാളിറ്റി ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു 2-3 പ്രാവശ്യം ഇടുമ്പോഴേക്കും അടുത്ത ഡ്രസ്സെല്ലാം പോകുന്നുണ്ട്. എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് അറിയില്ല. ഞാൻ വേറെ ആരും പറഞ്ഞത് കേട്ടിട്ടുമില്ല. അപ്പം നിങ്ങൾക്കും ഇതുപോലെ സുഡിയോയിൽ നിന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം കുഞ്ഞാവിയും പറഞ്ഞു നമുക്ക് നോക്കാം, ട്രെൻഡ്സിൽ പോയി നോക്കാം. ട്രെൻഡ്സിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ പിന്നെ സുഡിയോ ഇല്ലല്ലോ.
അങ്ങനെ സ്റ്റുഡിയോയിലേക്കാണ് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ എടുത്ത ഡ്രസ്സും അത്ര ഇഷ്ടാവില്ല. അപൂർവം വേറെ ഏതെങ്കിലും ഷോപ്പിലത് കണ്ടാൽ ഇഷ്ടാവുന്നല്ലാണ്ട് കൂടുതലും ഒന്നുകിൽ ട്രെൻഡ്സോ അല്ലെങ്കിൽ സ്റ്റുഡിയോ മാത്രമേ ഇഷ്ടാവുള്ളൂ. ഇതായി ഞാനിപ്പോൾ കൈമ എടുത്തിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇന്നലെ രാത്രിക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഇട്ടതാണ്. ഇന്നലെ രാത്രിക്ക് ഞാനും കുഞ്ഞാനും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. ആ ഡാൻസ് അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് നേരത്തേക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഇട്ടതാണ്. അതാണെങ്കിൽ ആ ഡ്രസ്സിൽ നിന്ന് ഇപ്പം വേർപ്പ് പീഞ്ഞെടുക്കുക, അത്രയും വേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അലക്കുന്നിടത്ത് നല്ല കാറ്റുണ്ട്. ഇവിടെ പിന്നെ അടുത്തടുത്തെല്ലാം കുറച്ച് മരലും ഉണ്ടായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. കുറച്ച് അപ്പുറത്തേക്കാണ് ഭയങ്കര ചൂട്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ സഹിക്കാനേ പറ്റൂല. ഇതിനേക്കാളും ചൂടുണ്ട് സുഹൃത്തേട്ടൻ്റെ വീട്ടിൽ. അവിടെ പിന്നെ കിടന്നുറങ്ങാനേ പറ്റൂല. അവിടെ ഭയങ്കര ചൂടാണ്. എനിക്ക് തോന്നുന്നു അതിനടുത്ത് നമ്മളെ വീട്ടിൽ കുറച്ചും പിന്നെയും ഒരു തണുപ്പുണ്ട്. അപ്പം അതിനോടുള്ള ഭയങ്കര ചൂടാണ്. അലക്കിയിട്ടെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഇളമ്പക്കയും കൊണ്ട് വന്നിട്ടുണ്ടായിനി. ഇവർ വീട്ടിലേക്ക് അധികവും ഇളമ്പക്കയും കൊണ്ട് വരലുണ്ട്. എനിക്കാണെങ്കിൽ ഇളമ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവർ വരുമ്പോഴേ ഞാൻ അമ്മമ്മോട് പറയുന്നുണ്ട്, അമ്മമ്മ ഇളമ്പക്ക എന്തായാലും മേടിച്ചോ. ഇപ്പം വീട്ടിൽ മാങ്ങയും ഇല്ലോണ്ട് എനിക്ക് ഇളമ്പക്ക മാങ്ങ ഇട്ട് കഴിക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് എനിക്ക് ഇളമ്പക്കയുടെ വെള്ളം അത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാങ്ങ ഇട്ടിട്ട് എടുക്കലുണ്ട്, അത് നല്ല ടേസ്റ്റാണ്. പണ്ട് മുതലേ അമ്മമ്മ ഈ ഇളമ്പക്കയിൽ മാങ്ങയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വേറെ തന്നെ എടുത്തു തരലുണ്ട്. അത് ചോറിന് കഴിക്കാനും ആ വെള്ളം വെറുങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം അവർ ഇളമ്പക്കയും കൊണ്ട് വരുമ്പോഴേക്കും നമ്മളെ വീട്ടിൽ ചോറും കറിയെല്ലാം ആയിട്ടുണ്ടായിനി. അപ്പം അമ്മമ്മ പറഞ്ഞു ഇനി ഏതായാലും നാളെ വെക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇളമ്പക്കയെല്ലാം ഇരിഞ്ഞിടുമ്പോഴേക്കും കുറേ വൈകും. ഈ ഒരു റേഡിയോ അതിനിടയ്ക്ക് അച്ഛനും അമ്മമ്മയും വാങ്ങിച്ചതാണ്. ഇപ്പം അവർക്ക് സമയം പോകണമെങ്കിൽ ഏത് നേരം ഈ റേഡിയോയിൽ ഇങ്ങനെ പാട്ട് കേട്ടിരിക്കും. ഇപ്പം അമ്മമ്മേരെ പണി നടക്കലും ഈ ഒരു റേഡിയോ വെച്ചിട്ടാണ്. അമ്മമ്മേരെയും അമ്മേരെയും കേട്ടോ രണ്ടാൾക്കും ഇപ്പോൾ ഈ ഒരു റേഡിയോത്തെ ന്യൂസും അതുപോലെ പാട്ടെല്ലാം കേട്ടിട്ടാണ് അവരെ പണി നടക്കൽ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവരോട് വർത്താനവും പറഞ്ഞ് അപ്പോഴേക്കും കുഞ്ഞാവ പയ്യനൂരേക്ക് പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിനി. ഓളോളെ ഫ്രണ്ട്സിൻ്റെ അപ്പുറം പുറത്ത് പോയെന്ന്. അപ്പം ഓൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. ഈ ഒരു ഡ്രസ്സ് എന്നോട് കുറേ പേര് മുന്നേ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിനി. ഇതേ ഡ്രസ്സ് എനക്കും ഉണ്ട്, കുഞ്ഞാവക്കും ഉണ്ട്, അതുപോലെ തന്നെ അമ്മക്കും ഉണ്ട്. പക്ഷേ ഇതിന് ലിങ്ക് തരാൻ ഞാനിത് ഓൺലൈനിൽ മേടിച്ചതല്ല. ഇത് ഞാൻ പയ്യന്നൂർ മാളിൽ നിന്ന് മേടിച്ച ട്രെൻഡ്സ് എന്നല്ല, വേറൊരു ഷോപ്പിൽ നിന്ന്. എനിക്കും ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമാണ്. എനിക്കൊരു കളർ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റും അല്ല ചന്ദന കളറും അല്ല, അതിനിടയിലൊരു കളറ് നല്ല രസമാണ്. എനിക്ക് ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാക്കാണെങ്കിൽ ഫസ്റ്റ് ഡ്രസ്സ് ഇട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റാണ് ഉണ്ടായത്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം തറവാട്ടിൽ തെയ്യം ഉണ്ടായിന്. ആ ഒരു സമയത്താണ് ഈ ഒരു ഡ്രസ്സ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് നല്ലോണം ടൈറ്റായി. ഓളെന്നിട്ട് സ്റ്റിച്ച് അയച്ചിട്ടാണ് ഇപ്പോൾ ഇട്ടത്. അങ്ങനെ അത് ഓള് പോയി. ഞാൻ നേരെ ചോറ് കഴിക്കാൻ വേണ്ടി നേരെ അടുക്കളയിലേക്ക് ഇട്ടു. അപ്പോഴേക്കും നല്ല മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മത്തി ഭയങ്കര ഇഷ്ടമാണ്. മത്തിക്കറിയൊന്നും ഇഷ്ടമല്ല, പക്ഷെ മത്തി പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. മത്തിക്കറിയിൽ എനിക്ക് ദോശയരപ്പരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്വതവേ കറി ചോറിൻ്റെ അപ്പുറം അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഒരു കഷ്ണം മാത്രം എടുത്തു എന്ന് മാത്രം. അപ്പം വീട്ടിൽ നിന്ന് മത്തിക്കറിയും അതുപോലെ മത്തി പൊരിച്ചതും കുറച്ച് എനിക്ക് പയറ് വറവും അത്ര വലിയൊരു ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തു, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തു എന്ന് മാത്രം. അതുപോലെ വീട്ടിൽ പരിപ്പ് കറി ഉണ്ടായിന്, തുവരക്കറി ഉണ്ടായിന്. എനിക്ക് കൂടുതലും പരിപ്പ് കറിയാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഇന്ന് തുവരക്കറി എടുത്തു. ഇന്ന് എന്തേന്ന് അറിയില്ല, ഇന്ന് തുവരക്കറി കഴിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ തുവരക്കറി എടുത്തു. പരിപ്പ് കറി ഫസ്റ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചെടുക്കുക, ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ കുറച്ച് പരിപ്പ് കറിയും എടുത്തു. ഇപ്പിപ്പായിട്ട് വീട്ടിൽ മാങ്ങ പിടിക്കുന്നതുകൊണ്ട് തന്നെ ചോറിനധികം ഈ മാങ്ങ ഉപ്പും പറങ്ങിപ്പൊടി ഇട്ട് കഴിക്കലുണ്ട്. അപ്പം ഞാൻ അമ്മമ്മയോട് പറഞ്ഞു എനിക്ക് മാങ്ങ ഉപ്പും പറങ്ങിപ്പൊടി ഇട്ട് ചാക്കിത്താന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മ അവിടെ നിന്ന് മാങ്ങ ഉപ്പും പറങ്ങിപ്പൊടിയെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാൻ അതിനിടയിൽ ചോറും കറിയെല്ലാം എടുത്തു. ഇത് മുന്നേ ഉപ്പിലിട്ട മാങ്ങയാണ്. കുറേ ആയി, അത്യാവശ്യം നല്ലോണം ചീഞ്ഞു. നല്ല ടേസ്റ്റുമാണ്, നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പം അമ്മമ്മ അങ്ങനെ ഇതാ മാങ്ങയും ഉപ്പും പറങ്കിപ്പൊടിയിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കിത് ഇങ്ങനെ ചോറിന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്, നമ്മളെ വീട്ടിൽ പിടിച്ചു തന്നെയാണ്. അങ്ങനെ ചോറ് കഴിച്ച് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. TV കണ്ടുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു വൈകുന്നേരമാണ് അറിയുന്നത്. അപ്പോഴേക്കും അമ്മമ്മ വിഷ്വൽ ആവാനായില്ല, അതുകൊണ്ട് നമുക്ക് വീടെല്ലാം ഫുള്ള് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ജനലും അതുപോലെ തന്നെ സോഫയുടെ അടിയിലും എല്ലായിടത്തും ഫുള്ള് വൃത്തിയാക്കുന്നുണ്ട്. ഇല്ലെങ്കിലും ഞാൻ മുന്നത്തെ വീട്ടിലൊരു പറഞ്ഞിട്ടുണ്ടായിനി, അമ്മമ്മക്ക് എന്ന് പറഞ്ഞാൽ ദിവസവും വീട് തുടച്ച് വൃത്തിയാക്കണം. അടിക്കുന്നത് മാത്രമല്ല, അടിച്ച് കഴിഞ്ഞാലും വീട് തുടക്കുകയും ചെയ്യും ദിവസവും. അപ്പം ഇന്ന് പിന്നെ അമ്മമ്മ പറഞ്ഞ വിഷു ആയതുകൊണ്ട് തന്നെ നമുക്ക് ജനാലയും ഫുള്ള് വണ്ണാമ്പിലെ ഫുള്ള് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി ഫുള്ള് വൃത്തിയാക്കി. ഈ ഒരു ജനൽ തുറന്നപ്പോഴേക്കും നല്ല ആശ്വാസമായിനി. ഈ ജനൽ അങ്ങനെ അധികം തുറക്കലില്ല. പിന്നെ വെച്ചാൽ കൊതുകുണ്ട് നല്ലോണം നമ്മൾ വീടിൻ്റെ പരിസരത്തായിട്ട്. അതുകൊണ്ട് കൊതുക് കയറുന്നതുകൊണ്ട് തന്നെ ജനൽ തുറക്കുന്നത് കുറവാണ്. ഈ ജനൽ തുറന്നപ്പോഴേക്കും ഭയങ്കര കാറ്റാണ്. പുറത്ത് ആ മരം ഉണ്ടായതുകൊണ്ട് നല്ല കാറ്റാണ് ഉണ്ടായത്.
അപ്പോൾ ഞാൻ അമ്മമ്മനോട് പറഞ്ഞു ജനൽ ഇപ്പോഴേ അടക്കണ്ട, കുറച്ച് കാറ്റുള്ളോട്ടേക്കെല്ലാം കയറിക്കോട്ട്. അതുകൊണ്ട് ജനൽ ഫുള്ള് തുറന്നിട്ടു. സോഫയെല്ലാം മാറ്റുമ്പോഴേക്കും ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങളുണ്ട്. മരുന്ന്, അതുപോലെ തന്നെ കണ്ണിലുറ്റിക്കുന്നൊരു മരുന്ന്. ഇതെല്ലാം ആരതാന്നോ എന്താണെന്നൊന്നും അറിയില്ല. വീട്ടിലാണെങ്കിൽ ഇപ്പം ഞാനും അമ്മമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്, അച്ഛന് കണ്ണിന് ചെറുതായിട്ട് ഇങ്ങനെ പോളക്കുരു പോലെ വന്നിട്ടുണ്ടായിന്. അച്ഛനും വന്നിന്, കുഞ്ഞാക്കും വന്നിന്, എനക്കും വന്നിന്. അപ്പം അച്ഛൻ്റെതാണെങ്കിൽ പോന്നേ ഇല്ല. എനിക്ക് പോയി, കുഞ്ഞാക്കും പോകുന്നില്ല. കുഞ്ഞാക്ക് പിന്നെ പോളക്കുരു കുറേ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. ഓൾ 1-2 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചിട്ട് അത് എടുത്ത് കളഞ്ഞു. ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. ഡോക്ടർ എനിക്ക് പറയുന്നുണ്ട് വീണ്ടും എടുത്ത് കളയണമെന്ന്. കുഞ്ഞാക്ക് പിന്നെ ഇപ്പം വേദന കുറച്ച് കുറവുണ്ട്. അച്ഛനാണെങ്കിൽ വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒന്നുകൂടി ഡോക്ടറെ പോയി കാണിച്ചു. അച്ഛനോടും ഡോക്ടർ എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ അച്ഛന് ഭയങ്കര പേടി. അച്ഛനായിട്ട് ഡോക്ടറോട് പറഞ്ഞു എങ്ങനെയെങ്കിലും മരുന്നിൽ തന്നെ മാറുമോ നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഈ ജനലെല്ലാം കുറേ നാൾ തുറക്കാണ്ട് വെച്ചോണ്ട് തന്നെ ഭയങ്കര ഭാരമാണെന്നുണ്ടായത്. തുറക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടാ. പണ്ടെല്ലാം എനിക്ക് ചെറിയൊരു പൊടി പോയാൽ അപ്പം ഞാൻ തുമ്മും. പണ്ട് എനിക്ക് ഭയങ്കര അലർജീൻ്റെ പ്രശ്നം ഉണ്ടായിനി. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 4ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ എനിക്ക് അലർജിയുടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിനി. ഞാൻ എന്നിട്ട് കുറേ ഡോക്ടറെ കാണിച്ചു, ഹോമിയോ കാണിച്ചു. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വെള്ളൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറേ സ്കൂള് വിട്ടിട്ട് അധികം അച്ഛൻ എന്നെയും കൊണ്ട് ഹോമിയോയിൽ പോകും. ഡോക്ടറെ കാണിച്ച് കുറഞ്ഞു. ഇപ്പം പിന്നെ പൊടിയൊന്നും അത്ര വലിയൊരു പ്രശ്നമില്ല. പണ്ട് എനിക്ക് അടുത്ത് ചെറിയൊരു പൊടി പോയാൽ പോലും ഞാൻ അപ്പം തുമ്മും. ഒരേ തുമ്മലാണ്, തുമ്മൽ നിർത്തൂല. ഹോമിയോ കാണിച്ച് ഇപ്പം അതെല്ലാം പോയി. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്തോ ഭാഗ്യത്തിന്. തുമ്മലും ഉണ്ടാകും, അതുപോലെ തന്നെ ചില സമയത്ത് ശ്വാസം മുട്ടുകയും ചെയ്യും. ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഡോക്ടറെ കാണിച്ചുകൊണ്ട് തന്നെ തുമ്മലെല്ലാം പൂർണ്ണമായിട്ട് പോയി. ഇപ്പോൾ പൊടിയൊന്നും അത്ര വലിയൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പോയി കുളിക്കാൻ. എനിക്കാണെങ്കിൽ വേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് വേർക്കുന്നു. കുളിച്ച് കഴിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. കുളിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് വേർക്കും. ഒരു 2 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ വേർക്കും. അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുകളിലേക്കെല്ലാം കുറേ ആയിട്ട് പൊടി ഉണ്ടായിനി. ഈ ജനലൊന്നും ഇത്ര നാളും തുറക്കാണ്ട് വെച്ചോണ്ട് തന്നെ ജനലിൻ്റെ സൈഡിലെല്ലാം നല്ല പൊടിയുണ്ട്. അടിച്ച് വാരി തുടച്ചെല്ലാം കഴിയുമ്പോഴേക്കും ഒരു സന്ധ്യ ആയിട്ടുണ്ടായിനി. മെയിനായിട്ട് നമ്മൾ ഈ ഷോക്കേസിൽ, അതുപോലെ തന്നെ കുറേ ഫ്രെയിമിൽ ഇതിനെല്ലാം വണ്ണാമ്പല കിട്ടിയിട്ടുണ്ടായിനി. ഇങ്ങനെ ഫ്രെയിംസെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് തുടക്കും. പക്ഷെ ഇതെല്ലാം വീണ്ടും എങ്ങനെയാണ് ഇത്രയും സ്പീഡ് വരുന്നതെന്ന് എനിക്ക് തിരിയാത്തത്. ഫ്രെയിംസ് പിന്നെ കുറേ ആയിട്ട് അത് പുറത്ത് തന്നെ എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ കളറും ചെറുതായിട്ട് ഇങ്ങനെ ഡിമ്മായണൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ ഷോക്കേസിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. ഈ ജനലെല്ലാം വൃത്തിയാക്കിയപ്പോഴേക്കും തന്നെ സമാധാനമായി. കുറേ പൊടിയുണ്ടായി. ആ പൊടിയെല്ലാം കളഞ്ഞപ്പോഴേക്കും നല്ല സമാധാനമായി. അതിനിടയിൽ ഈ ജനലെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് എൻ്റെ കൈയും ചെറുതായിട്ട് മുറിഞ്ഞു. ഈ താഴത്തെ ജനൽ ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിയ ഭാഗത്ത് ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് കൈ ചെറുതായിട്ട് മുറിഞ്ഞു. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ സമയം പോവുകയില്ല. കുറേ നേരം ഫോൺ നോക്കിയിരിക്കും, കുറച്ച് നേരം TV നോക്കും, അതും അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ് ചെയ്യും. എന്നിട്ടും അടുക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മ പഠിക്കാൻ വന്നിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറയും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് സഹായിക്കും. അവരെപ്പോഴും ഇരുന്ന് വർത്താനം പറയുമ്പോൾ പെട്ടെന്ന് സമയം പോകും. അച്ഛനാണെങ്കിൽ പുറത്തുനിന്ന് മരം കൊത്തിക്കൊണ്ടിരിക്കുന്ന അത്ര കഴിഞ്ഞിട്ട് കുറേ ഉണ്ട്. പിന്നെ അച്ഛനെ മെല്ലെ പറ്റുള്ളൂ. പണ്ടത്തെ അത്ര ആരോഗ്യമൊന്നും ഇപ്പോൾ ഇല്ല. അച്ഛൻ മെല്ലെ പുറത്തുനിന്ന് മരം കൊത്തുന്നുണ്ട്. ഇന്നലെ അച്ഛൻ മരെല്ലാം കൊത്തി തന്നോ. ഞാനും കുഞ്ഞായും ഫുൾ അടുക്കി പറക്കി വെച്ചു. നമ്മൾ രണ്ടാളും കൂടി മരെല്ലാം അച്ഛൻ കൊത്തിയിട്ട മരെല്ലാം പെറുക്കി ചാക്കിലാക്കിയിട്ട് വീടിൻ്റെ ബാക്ക് സൈഡേക്ക് കൊണ്ടിട്ടു. ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ ഈ പണിയിലെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ കുഞ്ഞാവുണ്ടായപ്പോൾ അവളോട് വർത്താനം പറഞ്ഞ് പണി നല്ല പെട്ടെന്നായിനി. അച്ഛൻ വിറകെല്ലാം കുത്തി തന്നു. നമ്മളെല്ലാം എടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടിട്ടു. കുറേ പണിയുണ്ടായിന്, കുറേ മരം ഉണ്ടായിന്. എന്നാലും സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഉണ്ടായതുകൊണ്ട് വർത്താനം പറഞ്ഞ് പെട്ടെന്ന് തീർന്ന പോലെയാണ് ഉണ്ടായത്. ഞാനും അമ്മമ്മയും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുഞ്ഞായി വന്നു. കുഞ്ഞായി എനിക്ക് ചോദിക്കുന്നുണ്ട് എന്ത് സംഭവം ഇത്, എന്ത് ജനലെല്ലാം തുറന്നിട്ടേന്ന്. അവൾക്ക് ഫസ്റ്റ് ഒന്നും തിരിഞ്ഞിട്ട. ഞാൻ പറഞ്ഞു ആ വേണ്ട ഡ്രസ്സ് മാറ്റിയിട്ട് നീയും പണിയെടുക്കാൻ കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കണം. അപ്പം ഇന്ന് രാത്രിക്ക് നമ്മളെ നാട്ടിലെ തടിയങ്കോട് സ്കൂളുണ്ട്. അപ്പം ആ സ്കൂളിൽ ഇന്ന് വാർഷികമാണ്. അപ്പം കുഞ്ഞാവ് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി പരിപാടി കാണാൻ വേണ്ടി പോവാം. സ്കൂളിലത്തെ പിള്ളേർ ഡാൻസെല്ലാം ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞു. പരിപാടി തുടങ്ങാൻ കുറേ വൈകും. ഞാൻ കുഞ്ഞാളുടെ പറഞ്ഞു മെല്ലെ പോവാന്ന് പറഞ്ഞു. ഒരു രാത്രി ആകുമ്പോൾ പോവാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ പോയി കുളിച്ച് വിളക്ക് വെക്കണം. അച്ഛനാണെങ്കിൽ പുറത്തുനിന്ന് മരം കൊത്തുന്ന തിരക്കിലാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ഇന്ന് മോള് വിളക്കത്തിച്ചോ, അച്ഛനത് ഫുള്ള് കൊത്തിയിട്ട് അടയിട്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ സന്ധ്യാസമയത്തിലധികം അച്ഛനെ ഞാൻ വിളക്ക് വെക്കാം. അച്ഛൻ നേരത്തെ കുളിക്കും. ഞാനെല്ലാം കുളിക്കാൻ കുറേ വൈകലുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേഗം കുളിച്ചു. അച്ഛൻ പറഞ്ഞുകൊണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഒരുവിധം നല്ലോണം വേർത്തിട്ടുണ്ടായിനി. പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുളിക്കാമെന്ന് വിചാരിച്ചാണ്. കുളിച്ചപ്പോഴേക്കും ഭയങ്കര സമാധാനമായിനി, ഭയങ്കര ആശ്വാസം.
ആശ്വാസം കുറച്ച് നേരം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്തായാലും ചൂട് വരും. അങ്ങനെ ഞാൻ ഒരു സന്ധ്യ ആയപ്പോഴേക്കും വിളക്ക് വെച്ചു. അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. ഞാൻ ഈ പടിഞ്ഞാറ്റിൽ കയറിയാൽ ഞാൻ വെറുതെ കർപ്പൂരം എടുത്ത് മണപ്പിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ കർപ്പൂരത്തിൻ്റെ മണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞാനത് അതിൻ്റെ ആ ഒരു മണം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കർപ്പൂരവും കത്തിച്ചു, അതുപോലെ തന്നെ ചന്ദനത്തിരിയും കത്തിച്ചു. ഈ ചന്ദനത്തിരിയെല്ലാം കത്തിക്കുമ്പോഴേക്കും ഭയങ്കര ആശ്വാസമാണ്. അപ്പോഴേക്കും കുഞ്ഞാവിയും കുളിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു നമുക്ക് നേരെ പീടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് വിശക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പീടിയിൽ പോയിട്ട് മാഗിയെല്ലാം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പടിഞ്ഞാറ്റിൽ ഏറ്റവും നടുക്കുള്ളത് ദേവിയുടെ വിഗ്രഹമാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി മൂകാംബികയിൽ പോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തായിട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മൂകാംബികയിൽ പോകാം. എനിക്ക് മൂകാംബികയിൽ പോയാൽ അവിടെ പോയി വന്നാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഭയങ്കര സമാധാനം എന്ന് പറഞ്ഞാൽ ഇത്ര നാളുണ്ടായ ആ വിഷമെല്ലാം തീർന്ന പോലെയാണ്. എനിക്ക് മൂകാംബിക ഞാൻ പണ്ട് മുതലേ എൻ്റെ ഫാമിലി ആയിട്ടും അച്ഛൻ്റെ അമ്മേരപ്പുറമായിട്ടും അധികം ഞാൻ മൂകാംബികയിലേക്ക് പോകലുണ്ട്. എനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം സുഹൃത്താട്ടൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോൾ സുഹൃത്താട്ടൻ കുറച്ച് തിരക്കാണ്. അപ്പം എന്നോട് പറഞ്ഞു തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു. കുറച്ച് മുന്നേ നമ്മൾ പോയിന്, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. പക്ഷെ എന്നാലും എനിക്ക് വീണ്ടും പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു നമുക്ക് നോക്കാം പെട്ടെന്ന് പോകാനാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച ശേഷം ഞാനും കുഞ്ഞായും കൂടി നേരെ പീടിയിലേക്ക് ഇട്ടു. വൈകുന്നേരം കുളിച്ചെല്ലാം കഴിഞ്ഞ് ഈ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സന്ധ്യാസമയം നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും കുഞ്ഞായും കൂട്ടി നേരെ പീടിയിലേക്ക് ഇട്ടു. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി നേച്ചർ നാട് കാണാൻ നല്ല രസമുണ്ട്, അങ്ങനെ കുറേ കമൻസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കമൻസ് എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നാട്ടിലേ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും അതുപോലെ പരിചയമുള്ള എല്ലാവരോടും സംസാരിച്ചിട്ടെല്ലാം മെല്ലെ മെല്ലെ പീടിയിലേക്ക് എത്തുമല്ലോ. അപ്പം ഇത് നമ്മളെ വീടിനപ്പുറം ഇല്ല തറവാട്ടിൽ നിന്നില്ല നെല്ലിമരാണ് കേട്ടോ. കുറേ നെല്ലിക്ക പിടിക്കയില്ലേ, നല്ല ടേസ്റ്റുമാണ്, നല്ല നാടൻ നെല്ലിക്ക. അപ്പം അധികം മുതൽ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപ്പിലിട്ട് വെക്കും. ദിവസം വീഴും, പക്ഷെ പറിക്കാൻ പറ്റില്ല, നല്ല മുകളിലേക്കാണ് നെല്ല്. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി നേരെ പീടിയിലേക്ക് നടന്നു. മെല്ലെ നടക്കുന്നു, ഓരോ കാഴ്ചയും കണ്ട് ഓരോരോ ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്ത് നാട്ടുകാരോടെല്ലാം സംസാരിച്ച് ഓരോ കാര്യവും പറഞ്ഞ് മെല്ലെ നമ്മൾ പീടിയിലേക്ക് നടന്നത്. ഇതാ ഈ ഒരു തറവാടാന്ന് ഞാൻ പറഞ്ഞത്. ഈ തറവാട്ടിൽ കുറേ നെല്ലിക്കയുണ്ട്. അപ്പം കുറച്ച് 2-3 നെല്ലിക്ക കൈമ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നെല്ലിക്കയും കഴിച്ചുകൊണ്ടാണ് ഞാൻ നേരെ പീടിയിലേക്ക് നടന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഇതാ പീടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടും അവിടെ നിന്ന് ഇത്രയും നടന്നുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഉണ്ടായത്. അപ്പം പീടിയിലെത്തിയാട് കുഞ്ഞാവ് പറഞ്ഞു നമുക്ക് ഐസ്ക്രീം മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം നോക്കി. എനിക്കാണെങ്കിൽ ചിക്കു ഐസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിക്കു ഐസും കുഞ്ഞാവ് ഏത് ഐസാന്ന് മേടിച്ചെന്ന് അറിയില്ല, ഒരു പച്ച കളർ ഐസ്. അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടാ. പിന്നെ അമ്മമ്മക്ക് അച്ഛനും ചായക്ക് കേക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കേക്കും മേടിച്ചു. ഈ ഒരു കേക്ക് അച്ഛനും അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. പീടിയിലെത്തിയാൽ എന്താണെന്ന് മേടിക്കേണ്ടതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. അവിടെ ഇല്ലതെല്ലാം മേടിക്കാൻ തോന്നുന്നു. ഞാൻ ഫുള്ള് നോക്കി എന്താണെന്ന് മേടിക്കേണ്ടത്. ഞാൻ ഓരോ ചന്ദനത്തിരി നോക്കി. എനിക്ക് ഈ ചന്ദനത്തിരിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വീട്ടിലേക്ക് ഏതെങ്കിലും നല്ല ചന്ദനത്തിരി നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ചന്ദനത്തിരിയും നോക്കി. അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയാട് ഞാൻ മാഗി ആക്കി. മാഗി ഞാൻ 2 മേടിക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ പയ്യനോടുന്ന് കഴിച്ചിട്ടാണ് വന്നേ, അതുകൊണ്ട് നിനക്ക് മാത്രം മേടിച്ചാൽ ആദ്യം പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അധികം മാഗി വലുത് മേടിച്ചിട്ട് ആക്കിയിട്ട് ബാക്കി വേസ്റ്റായി പോലുണ്ട്. ഞാനും കഴിക്കും കുഞ്ഞാനും കഴിക്കും, എന്നാലും കുറച്ച് വേസ്റ്റായി പോലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വേസ്റ്റ് ആക്കണ്ട, ഒറ്റൊന്ന് മാത്രം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒറ്റൊന്ന് മാത്രം മേടിച്ചു. ഇന്ന് പിന്നെ മാഗി ആയിരിക്കും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ ഇഷ്ടത്തിൽ ഞാൻ സോസും സോസെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ആക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. സോസ് മല്ലിച്ചപ്പ് എല്ലാം എടുത്തിട്ടിട്ട് ഞാൻ എൻ്റെതായ ഇഷ്ടത്തിൽ ഞാൻ മാഗി ആക്കി. എനിക്ക് ഈ മാഗിയിൽ മുട്ട ഇട്ടാലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് മുട്ട നോക്കുമ്പോഴേക്കും മുട്ടയെല്ലാം തീർന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ അമ്മമ്മയോട് ചോദിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു എനിക്ക് നിങ്ങളോട് മേടിക്കാൻ പറയാനും ഓർമ്മയില്ല, മുട്ട കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലെങ്കിൽ അധികം ഫ്രിഡ്ജിൽ മുട്ട ഉണ്ടാവലുണ്ട്, ഇന്നാണെങ്കിൽ ഇല്ല. ചില സമയത്ത് എനിക്ക് മാഗിയിൽ മുട്ട ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമേ. എനിക്ക് ഓരോരു നേരം ഓരോരു പൂതിയാണ്. അച്ഛനും അമ്മയും ഇതുവരെ ആയിട്ടും വരണത്രേ. അച്ഛൻ അമ്മക്ക് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തെടുക്കുന്നുണ്ട് തോന്നുന്നു. കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിനി. അപ്പോൾ പറഞ്ഞു നമ്മൾ രണ്ടാളും മാളിലായില്ലേ, അമ്മക്ക് ഡ്രസ്സ് എടുത്തെടുക്കുകയെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം മാഗിയെല്ലാം കഴിച്ചതിന് ശേഷം നേരെ പോയി റെഡിയായിട്ട് നേരെ തടിയങ്കോല് സ്കൂളിലേക്ക് പോകണം. അച്ഛനും അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരാൻ കുറച്ച് വൈകുന്നു. നാട്ടിൽ നിന്ന് കുഞ്ഞാവരുടെ ഫ്രണ്ട്സും നമ്മളെ വീടിനപ്പുറമുള്ള പിള്ളേരെല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും കൂടി നേരെ നടന്നിട്ട് തന്നെ പോകേണ്ട ദൂരേ ഇല്ലൂ, എല്ലാവർക്കും നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കുറേ വൈകും. ഞാൻ ഈ പണിയെടുക്കുമ്പോൾ ആയാലും അതുപോലെ എന്തെങ്കിലും ചായ അടിക്കുമ്പോൾ ആയാലും ആരെങ്കിലും അടുത്ത് പിടിച്ചിരുത്തും വർത്താനം പറയാൻ. എനിക്കിങ്ങനെ വർത്താനം പറഞ്ഞ് പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഇപ്പോൾ കുഞ്ഞാവാണെങ്കിൽ ഫോൺ നോക്കുന്ന തിരക്ക്. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കും, എന്നോട് വർത്താനം പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. ചില സമയത്ത് ഇങ്ങനെ പാട്ടെല്ലാം കേട്ട് ഇരുന്നാൽ ഇത്ര പ്രശ്നമില്ല, പാട്ടെല്ലാം കേട്ട് 2 സ്റ്റെപ്പെല്ലാം ഇട്ട് പണിയെടുക്കും. പക്ഷെ ചില സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തോ ആവും. അപ്പോൾ ഞാൻ കുഞ്ഞാവൻ അടുത്ത് തന്നെ പിടിച്ചിരുത്തിയിട്ടിരുന്നിട്ട് വർത്താനം നടത്തി. അങ്ങനെ ഓളാടിരുന്നിട്ട് എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. ഞാനങ്ങനെ മാഗിയിൽ മല്ലിച്ചപ്പൂട്ട്, എനിക്ക് ഈ മല്ലിച്ചപ്പിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ കറിയിലായാലും ചിക്കനിലെല്ലാം എനിക്ക് മല്ലിച്ചപ്പിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മല്ലിച്ചപ്പും എടുത്തിട്ടു. മല്ലിച്ചപ്പ്, കുരുമുളക്, കണ്ട സോസ് എല്ലാം എടുത്തിട്ടിനി. മാഗി ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെട്ടെന്ന് തീരുന്ന പണിയായതുകൊണ്ട് തന്നെ മാഗി ആക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മമ്മേനോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇപ്പം തടിയങ്കോല സ്കൂളിലേക്ക് പരിപാടിക്ക് പോകുന്നു. അപ്പോഴേക്കും അമ്മമ്മ പറയില്ല ഈ ഒറ്റയ്ക്ക് പോകണ്ട, എല്ലാവരും ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് പിള്ളേരെല്ലാം ഉണ്ട്, കുഞ്ഞാറ് ഫ്രണ്ട്സെല്ലാം ഉണ്ട്. പറയുമ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് ബാക്കിലേ നടന്നക്കല്ല മുന്നിലേ നടക്കണം. അപ്പം അമ്മമ്മക്ക് ഈ ശ്രീനന്ദയുടെ സ്റ്റോറി കണ്ടുകൊണ്ട് ഭയങ്കര പേടിയുണ്ട്, നമ്മളെ പുറത്ത് വിടാനും എല്ലാം ഭയങ്കര പേടി. എന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം, ആൾക്കൂട്ടത്തിൽ തന്നെ നടക്കണം. ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പം പെൺമക്കളില്ലവർക്ക് പുറത്ത് വിടാനെല്ലാം ഭയങ്കര പേടിയായിരിക്കും അല്ലേ. ഇന്നത്തെ വ്ളോഗ് എനിക്ക് തോന്നുന്നു നന്ന ചെറുതായിപ്പോയി. കാരണം ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിലാരും ഇല്ല, കുഞ്ഞായും ഉണ്ടായിട്ടാ, ഓള് പയ്യനൊരിക്കും പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി, കുറച്ച് നേരം TV നോക്കി, പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിൽക്കാൻ എടുക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഒരു വൈകുന്നേരം എണീച്ചപ്പോൾ ഞാൻ പിന്നെ അമ്മമാരപ്പുറം കുറച്ച് നേരം പണിയെടുത്തു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ നല്ല ചെറിയ വീഡിയോ എന്ന് തോന്നുന്നു, അത്ര വലിയൊരു വീഡിയോ അല്ല. ഞാൻ പരമാവധി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് എല്ലാം വലുതാക്കാൻ നോക്കലുണ്ട്. കുറേ ആൾക്കാർ കമൻറ്റ്സ് ഞാൻ കാണലുണ്ട്, ചേച്ചി പെട്ടെന്ന് വീഡിയോ തീർന്ന പോലെ കുറച്ചുകൂടി ലെങ്ത്തിലാക്കുമെന്ന് പറയലുണ്ട്. ഞാനും വിചാരിക്കലുണ്ട് നല്ല ലെങ്ത്തിലാക്കണം എന്നെല്ലാം. പക്ഷേ ചില സമയത്ത് പെട്ടെന്ന് തീർന്നു പോകുന്നു. പിന്നെ അതുമാത്രമല്ല, മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്, ഐഫോൺ എല്ലാവർക്കെല്ലാം അറിയുമായിരിക്കും, സ്റ്റോറേജ്. എൻ്റെ സ്റ്റോറേജ് ഞാനൊരു 2 വീഡിയോ എടുത്താൽ അപ്പം സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് പരമാവധി ഞാൻ പഴയ വീഡിയോ എല്ലാം ഞാൻ പരമാവധി ഡിലീറ്റ് ആക്കും. ഞാൻ അങ്ങനെ ഓവറായിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ എൻ്റെ ഫോണിൽ വെക്കുകയില്ല, പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ എല്ലാം ഡിലീറ്റാക്കി കളയും. അപ്പം എനിക്ക് സ്റ്റോറേജ് ഫുള്ളാവുമെന്നില്ല ഒരു പേടിയിലുമാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറക്കുന്നത്. എനിക്കിപ്പം വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് സേവ് ആക്കാനും ബുദ്ധിമുട്ടായിരിക്കും, സ്റ്റോറേജ് ഇല്ലാണ്ടിരിക്കുമ്പം വീഡിയോ സേവ് ആവുകയില്ല. ചില സമയത്ത് ഞാൻ വീഡിയോ സേവ് ആക്കാൻ 2 ദിവസം എടുക്കും, ചില സമയത്ത് 3 ദിവസം കൂടിപ്പോവുകയും ചെയ്യും. കാരണം വീഡിയോസ് സേവ് ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആ രീതിയിൽ ഞാൻ പരമാവധി നോക്കിയും കണ്ടും മാത്രമേ ചെയ്യുള്ളൂ. വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണം എന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഇനിയുടെ വീഡിയോസ് ഞാൻ പരമാവധി ലെങ്ത്ത് കൂട്ടാൻ നോക്കാം. എനിക്കാണെങ്കിൽ മാഗിയുടെ അപ്പുറം കട്ടൻ ചായ കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ അമ്മമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മമ്മ പറഞ്ഞു കട്ടൻ ചായ അമ്മമ്മ വെക്കാമെന്ന് പറഞ്ഞു. അമ്മമ്മക്കും അച്ഛനും ഈ ഒരു സമയത്തെല്ലാം കട്ടൻ ചായ നിർബന്ധമാണ്. അച്ഛനാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കല്ല, അവർ കുറച്ച് അച്ഛൻ്റെ ഏജിലുള്ളവരെല്ലാം നമ്മളെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കും. അപ്പം അച്ഛൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇല്ലെങ്കിൽ കുളിച്ചാൽ പുറത്ത് പോകുന്ന പതിവ് അത്ര ഇല്ല. അച്ഛൻ കുളിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങൂല, വീട്ടിൽ തന്നെ. പിന്നെ അച്ഛനൊരു ദൈവത്തിൻ്റെ സീരിയലെല്ലാം ഉണ്ട്, ആ സീരിയലെല്ലാം കണ്ടിരിക്കും അച്ഛനും അമ്മയും. ഇന്ന് എന്തേന്ന് അറിയില്ല, ഇന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഞാൻ നേരത്തെ മേടിച്ച ആ ഒരു കേക്കാണ് ഞാൻ തിന്നുന്നത്. എനിക്കും ആ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ലൈറ്റായിട്ടുള്ള മധുരം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ കുറച്ച് ചൂട് തണിഞ്ഞിട്ടാകുമ്പം പാത്രത്തിലേക്ക് മാറ്റണം. അധികം ഞാൻ ഈ ഒരു സമയത്താണ് ചായ കുടിക്കൽ. എല്ലാവരും നേരത്തെ കുടിക്കലൊരു 4:30-5 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും കുടിക്കൂലേ. ഞാൻ കുറേ വൈകും. എനിക്ക് ആ ഒരു സമയത്തൊന്നും അത്ര വലിയൊരു വിശപ്പൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും, അതായത് ഒരു 7 മണി 7:30 8 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും വിശക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലുമായിട്ട് കഴിക്കും. പിന്നെ ചോറ് കഴിക്കാൻ കുറേ വൈകും. പിന്നെ ചോറ് കഴിക്കാൻ അങ്ങനെ വിശപ്പേ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ചേ കഴിക്കുള്ളൂ. കഴിക്കാൻ കുറേ വൈകുകയും ചെയ്യും. പക്ഷെ എനിക്ക് ചോറ് കഴിക്കാണ്ട് ഉറക്കവും വരില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചെങ്കിലും കുറച്ച് എനിക്ക് രാത്രിക്ക് ചോറ് എന്തായാലും വേണം. അതൊരു 3 ഉരുള കിട്ടിയാൽ മതി. എനിക്ക് അധികമായിട്ട് വേണമെന്നൊന്നുമില്ല. ലാസ്റ്റ് കിടക്കാൻ നേരം ചോറ് എന്തായാലും വേണം. എനിക്കല്ലാണ്ട് ശരിയാവുകയില്ല. ഇപ്പോൾ പുറത്ത് ട്രിപ്പ് പോയാലും എനിക്ക് രാത്രിക്കെല്ലാം സുഹൃത്താട്ടൻ ഷവർമയോ അൽഫാമോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും മേടിക്കും. പക്ഷെ എനിക്കത് ശരിയാവുകയില്ല. എങ്ങനെയല്ലോ കഴിക്കണ്ടേ, വേറൊരു നിവൃത്തിയും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കഴിക്കും. എന്നാലും ചില സമയത്ത് ഉറക്കവും കിട്ടില്ല. ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടുകയില്ല. ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കും, വിശക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കിടക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഇത് എൻ്റെ മാഗി റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അത് എനിക്ക് എൻ്റെ കുഞ്ഞാൾക്കും ഇഷ്ടപ്പെട്ടിനി. ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയല്ലോ ആണ് ഞാൻ ആക്കിയിട്ടുണ്ടായത്. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂട് തണിയണത്ര. ഞാൻ പരമാവധി ഊതിയിട്ടാണ് അവൾക്ക് കൊടുത്തത്. എന്നാലും അത്യാവശ്യം നല്ല ചൂടുണ്ട് അത്രേ. അങ്ങനെ ഞാനും കഴിച്ചു. ഇനിയിപ്പം മാഗിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ പോയി റെഡി ആവണം.
മാഗി ഞാൻ അങ്ങനെ ഡെയിലി കഴിക്കലൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അധിക വ്ളോഗിലും നിങ്ങൾ കാണലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഒരു പൂതി ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഇടക്കിടയ്ക്കേ കഴിക്കലൊന്നുമില്ല. ശരിക്കും മാഗി കഴിക്കുന്നത് നല്ല മോശമാണെന്ന് എനിക്കറിയാം. മാഗി അതിൻ്റെ ആ ഒരു മസാല മോശമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ എപ്പോഴും കഴിക്കുകയില്ല, എപ്പോഴെങ്കിലും മാത്രമേ കഴിക്കുകയുള്ളൂ, നല്ലൊരു പൂതി വരുമ്പോൾ മാത്രം. കുഞ്ഞാൾക്ക് പിന്നെ മാഗിനോട് അത്ര വലിയൊരു താല്പര്യമില്ല. അവൾ എപ്പോഴെങ്കിലും കഴിക്കുന്നല്ലാണ്ട് അത്ര വലിയൊരു താല്പര്യമില്ല അവൾക്ക്. അങ്ങനെ അമ്മമ്മ കട്ടൻ ചായയും കൂടി ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മ എല്ലാവരും അവിടെ ഇരുന്ന് ചായ അടിച്ചു. നമ്മ അച്ചച്ചനെയാണ് കാത്തിക്കുന്നത്. അച്ചച്ചനാണെങ്കിൽ കാണുന്നേ ഇല്ല, കുറേ നേരമായി പുറത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നല്ല എനിക്ക് പൊള്ളുകയും ചെയ്തു. നല്ല ചൂടാണ് കട്ടൻ ചായക്ക് ഉണ്ടായത്. ഞാൻ തണിക്കാണ്ട് അങ്ങനെ എടുത്ത് കുടിച്ചു. അമ്മമ്മ അതിനടിയിൽ ചൂടുണ്ട്, ഇപ്പോഴേ എടുത്ത് കുടിക്കല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടാണ്. കുറച്ച് കുടിച്ചപ്പോഴേക്കും വായി പൊള്ളി. അങ്ങനെ നമ്മ എല്ലാവരും അവിടെ ഇരുന്ന് ഓരോ വർത്താനവും പറഞ്ഞ് ഇങ്ങനെ ചായ അടിച്ചു. അമ്മമ്മയാണെങ്കിൽ വീട് മൊത്തം വൃത്തിയാക്കി അടിച്ച് വാരി നിലവും ഫുള്ള് തുടച്ചു. ഇനി നേരെ പോയി കുളിക്കണം. അപ്പം അതിനിടയിൽ ഞാനും കുഞ്ഞും ചായയെല്ലാം കുടിച്ചിട്ട് നേരെ പോയി റെഡിയായി സ്കൂളിലേക്ക് പോകാൻ. അമ്മമ്മക്കാണെങ്കിൽ ഭയങ്കര പേടി, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നിലേ നടക്കണം കേട്ടാ, ശ്രദ്ധിക്കണം കേട്ടാ, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞാരെ ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരെയും കൂടി കൂട്ടാൻ വേണ്ടി പോയി. നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിള്ളേരാണ് എല്ലാവരും. അപ്പം എല്ലാവരെയും കൂട്ടാൻ പോയി. ഇവരച്ഛൻ നല്ല അടിപൊളി കലാകാരനാണ് കേട്ടോ. ഈ ഒരു ശില്പം എൻ്റെ വീട്ടിൽ മുന്നേ ഒരു പ്രതിമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കി ചെയ്തതാണ്. നല്ല അടിപൊളിയാണ്. അവർ നല്ലോണം ചിത്രം വരക്കും, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നല്ല അടിപൊളി നല്ലൊരു കലാകാരനാണ്. അങ്ങനെ ഓരോരാളെ നമ്മൾ നേരെ കൂട്ടാൻ വേണ്ടി പോയി. എല്ലാവരും കൂടി നേരെ നടന്നു സ്കൂളിലേക്ക്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയം സ്കൂളിലേക്ക് നടക്കാൻ. എല്ലാവരും ഓരോ വർത്താനവും പറഞ്ഞ് കളിച്ച് ചിരിച്ച് മെല്ലെ നടന്നു. നമ്മൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് തിരക്ക് പിടിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും സാംസ്കാരിക സമ്മേളനം ഉണ്ടത്രേ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. സീറ്റ് ഉണ്ടായിട്ടാ, നല്ല ആളുണ്ടായിന്. കുറേ കഴിഞ്ഞ് സീറ്റ് കിട്ടി. കുറേ നേരം നമ്മൾ അവിടെ പോയി ഇങ്ങനെ നിന്നിട്ടുണ്ടായിന്. കുറേ നേരം സാംസ്കാരിക സമ്മേളനം അങ്ങനെ ഉണ്ടായിന്. അപ്പം ഇന്ന് ഗോപിനാഥ് മുതുകാടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. അങ്ങനെ കുറേ നേരം അവരെ പ്രസംഗം കേട്ടിരുന്നു. അതുപോലെ മാജിക്കെല്ലാം കാണിച്ചിട്ടുണ്ടായിന്. നല്ല രസമുണ്ടായിന് ഇന്നത്തെ പരിപാടി. പിള്ളേരുടെ ഡാൻസ് ആയാലും എല്ലാവരുടെ ഡാൻസും നല്ല അടിപൊളി ഡാൻസ്, വെറൈറ്റി ഡാൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. ചിലതെല്ലാം നമുക്കിങ്ങനെ മടുപ്പ് വരുമല്ലേ, പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നും ചില പരിപാടിയെല്ലാം കാണുമ്പം. ഭയങ്കരമായിട്ടൊരു ചടപ്പ് പോലെ വരും. പക്ഷെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി പരിപാടി. അപ്പോൾ ഇപ്പം അതിലേ പോയത് ഗോപിനാഥ് മുതുകാടും അതുപോലെ എന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞ മൂവിയിലെ കുഞ്ഞീഷ്ണ മാഷുമാണ് ആ വക്കീൽ. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് ആ മാഷ് എന്നെ പഠിപ്പിച്ചതാണ് 5ാം ക്ലാസ്സിൽ. അപ്പോൾ മാഷും കൂടി വന്നിട്ടുണ്ടായിന്. നല്ലോണം ആസ്വദിച്ചാണ് നമ്മൾ ഓരോ പരിപാടിയും കണ്ടിട്ടുണ്ടായത്. ഇതിൽ എൻ്റെ വീടിനപ്പുറമില്ല കുഞ്ഞുണ്ട്. അപ്പം അവൻ്റെ ഡാൻസെല്ലാം നല്ല അടിപൊളി ഉണ്ടായിന്. എല്ലാവരും നല്ല എക്സ്പ്രഷൻ ഇട്ട് തന്നെ കളിക്കുന്നുണ്ട്. നോർമൽ ഇങ്ങനെയും തുള്ളുന്ന ഒരു ഡാൻസ് മാത്രമല്ല, എല്ലാ എക്സ്പ്രഷനും കൂടി അവർ നല്ല വൃത്തി ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിന് പരിപാടി. എല്ലാ പരിപാടിയും നമ്മൾ ആസ്വദിച്ചാണ് കണ്ടിട്ടുണ്ടായത്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പരിപാടി കണ്ടു. പരിപാടിയെല്ലാം കഴിയാൻ കുറേ വൈകിട്ടുണ്ടായിനി. അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഉറക്കവും വന്നു. നമ്മൾ ഒരു 10 മണി 10:15 ആകുമ്പോഴേക്കും നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ ഒരു അവിൽ മിൽക്ക് കണ്ടിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അവിൽ മിൽക്കും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്